പരിഹാരം പോരാട്ടം. ഗോപാലകൃഷ്ണന്റെ ഭാര്യ ശ്യാമളയും മോമന്റെ മകൻ മൺസൂറും തമ്മിൽ ഒളിച്ചോടി. പാത്തോ എടി പാത്തോ, നീ പറഞ്ഞ മാതിരി എന്റെ കാര്യങ്ങള് ഇന്ന് വന്നേ. എന്തുവാ മനുഷ്യനെ, എന്താ എന്റെ കാര്യം പറഞ്ഞോട്ടെ? വായിച്ചു നോക്കി. അടിപൊളി. എന്തായി നീ പറഞ്ഞ മാതിരിയുടെ കാര്യങ്ങൾ വന്നു? നിന്റെ ഒരു കൂട്ടുകാരി ചായ വെച്ചോ? ചായ അടുപ്പത്ത് കൊണ്ടുവരാം. ഇതാ ചായ. കടിയൊന്നുമില്ലേ? കടി പറഞ്ഞ വരും. നിങ്ങൾക്കിപ്പോ ആശ്വാസമില്ലേ? കുറച്ച് ദിവസം എന്നായിട്ട് കുത്താലോ കൂട്ടുകാരിയുടെ പേരും പറഞ്ഞു. ഇതപ്പൊ ഞാനപ്പ അവരെ പറഞ്ഞു വിട്ടേന്ന് തോന്നുന്നു നിന്റെ വർത്താനം കേട്ടാ. പറഞ്ഞു വിട്ടത് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്കൊരു സന്തോഷല്ലേ? എന്തപ്പ ഞാനും പോണോ? പോണോന്ന് ചോദിച്ചാൽ ഞാൻ പോണെന്ന് പറയോ? അവരെ നമ്മള് വെറുതെ അതൊന്നും പറയണ്ട. മനുഷ്യന്മാർക്ക് ഓരോ സമയത്ത് ഓരോ തോന്നല. അവര് പോയി ജീവിക്കട്ടെ. ശരിയാണെങ്കിൽ അങ്ങോട്ട് നടക്കട്ടെ, തെറ്റാണെങ്കിൽ അതിന്റെ ഗുണവും ദോഷം അവര് തന്നെ അനുഭവിക്കട്ടെ. ഒരു കാര്യം, നമ്മുടെ അയൽവക്കത്തുള്ളല്ലേ, നമുക്ക് പറ്റും പോലെ കുട്ടികളെ അവരവരെയൊക്കെ സഹായിക്കാം. അല്ലാതെ നമ്മളൊരു പരദോഷമോ മോശമായിട്ടൊന്നും പറയാൻ പോകണ്ട. തമാശയ്ക്ക് എന്തൊക്കെ പറയും, അതൊക്കെ ജീവിതത്തില് അവനവന് വരുമ്പോഴതിന്റെ വിഷമം അറിയുള്ളൂ. നമ്മൾ അങ്ങോട്ടും തമാശ പറയാനൊന്നല്ല. ആ കുടുംബത്തിന്റെ കാര്യം ഒന്ന് ആലോചിച്ചൊക്കെ. നിനക്ക് വല്ലോ ലോകം അറിയോടി? നീ ഇതിന്റെ ഉള്ളിലല്ലേ? ഇതിനുള്ളിൽ പുറത്തു കൊണ്ടോടെ അപ്പോഴേ കാര്യങ്ങൾ അറിയുള്ളൂ. എന്നിട്ട് വേണം ഞാൻ ഒറ്റയായിട്ടിരിക്കുക. ഇവിടെ ഇരുന്നാ മതി. പിടിച്ചോ, അത് കുടിക്കാം. പുറത്ത് പോണവരൊക്കെ ഒറ്റയ്ക്കാൻ പോവാണോ? അതാ പിള്ളേര്, ഗോപാലിന്റെ പിള്ളേരാ വരണത്. അവരെ കൂട്ടിക്കൊണ്ടുപോയി ചായ എന്തെങ്കിലും ഇട്ട് കൊടുക്കും. ശ്രദ്ധിക്കട്ടോ പാവങ്ങള്. എന്റെ തുണിയൊന്നും തേച്ചിട്ടില്ല, ഞാൻ ഒന്ന് പുറത്ത് വിട്ടാ കേട്ടോ.